വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നമുക്കിനി നോക്കാനുള്ള ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഇതിൽ ഇനി നമുക്ക് നോക്കാൻ 25th ക്വസ്റ്റ്യൻ മുതലാണ്. ആൻസർ ദ ഫോളോയിങ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു അസേർഷൻസ് നിങ്ങൾക്ക് തരും, അതായത് ഒരു സെൻറ്റൻസ് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും അത് ശരിയാണോ, അതിന് പറഞ്ഞിട്ടുള്ള കാരണവും ശരിയാണോ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ശരിയാണോ നോക്കണം, അത് തെറ്റാണോ എന്നുള്ളത് നോക്കണം. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അത് ഇനി ഒന്ന് മാത്രമാണോ ശരി, അല്ലെങ്കിൽ റീസൺ മാത്രമാണോ ശരി, അസേർഷൻ മാത്രമാണോ ശരി, അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു അസേർഷൻ, ദ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ് ഹാവ് കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ എമംഗ് ദം. അതായത് റൂറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർബൻ ആയിക്കോട്ടെ, രണ്ട് സൊസൈറ്റികളും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ട്. എന്തുകൊണ്ടാണ്? കാരണം വില്ലേജുകളില്ലാതെ അർബനും അർബൻ ഇല്ലാതെ വില്ലേജുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന്, അല്ലേ? അതെന്തുകൊണ്ടാണ്? വില്ലേജുകളിൽ നിന്നുള്ള അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് അർബൻ ഏരിയയിലോട്ട് എത്തുന്നത് ആണല്ലോ. ഈ വില്ലേജിലുള്ള ആളുകൾ അർബൻ സെൻട്രിക് ആയിട്ടുള്ള ഏരിയയിലോട്ടാണ് മറ്റുള്ള എക്സ്ട്രാ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു എന്തുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. സോ ദ അസേർഷൻ ഈസ് ട്രൂ ആണ്, അസേർഷൻ ട്രൂ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റീസൺ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ്. കണ്ടിന്യൂസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ബൈ ബോത്ത് ദ കമ്മ്യൂണിറ്റീസ്. രണ്ട് കമ്മ്യൂണിറ്റീസും തമ്മിൽ എന്തുണ്ട്, അല്ലെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റീസിൽ തമ്മിൽ എന്തുണ്ട്, ഒരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ആണോ? ഇല്ല. വില്ലേജ് ഏരിയാസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അർബൻ ഏരിയാസിൽ സ്വന്തംകാർ ആ ഒരു രീതിയിലാണല്ലോ. സോ അർബൻ ഏരിയയിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്താണ് ആൻസർ? 6 എന്ന് പറയുന്നത് ഫാൾസ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൻസർ എന്നുള്ള എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് എന്നുള്ള എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിന് താഴെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്റർ ഡിപ്പെൻഡൻസ് എക്സിസ്റ്റ് ബിക്കോസ് പ്രൈമറി ഫുഡ് ആൻഡ് റോ മെറ്റീരിയൽസ് ആർ സപ്ലൈഡ് ബൈ ദി വില്ലേജസ് ടു ദി ടൗൺസ്. പ്രൈമറി ഫുഡും റോ മെറ്റീരിയൽസും ഒക്കെ വില്ലേജുകളാണ് ആർക്ക് കൊടുക്കുന്നത്, ടൗണിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അത് ട്രൂ ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. എന്തുകൊണ്ടാണ്? റൂറൽ സൊസൈറ്റീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. അതായത് റൂറൽ സൊസൈറ്റിയിൽ ഒരു ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ട്, എന്നാൽ അർബൻ സൊസൈറ്റിയിൽ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻറ്ററാക്ഷൻ. ഇൻ അർബൻ ഏരിയാസ് ഇൻട്രാക്ഷൻ എമംഗ് പീപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ സെക്കൻഡറി കോണ്ടാക്ട് ആൻഡ് നോട്ട് പ്രൈമറി കോണ്ടാക്ട്. അവിടെ ഒരു സെക്കൻഡറി കോണ്ടാക്ട് ആണ്, പ്രൈമറി കോണ്ടാക്ട് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ നോക്കാം. ഇതും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അസേർഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ റിച്വൽ ക്രൈറ്റീരിയൻ. അതായത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് റിച്വൽ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ലാസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്കുലർ ക്രൈറ്റീരിയ. അതാണ് റീസൺ. ക്ലാസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു സെക്കുലർ ക്രൈറ്റീരിയൻ ബേസ് ചെയ്തിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് കാസ്റ്റ്, എന്താണ് ക്ലാസ് എന്ന് നോക്കണം. അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ആദ്യം നോക്കണം. എന്താണ് കാസ്റ്റ് എന്ന് പറയുന്നത്? കാസ്റ്റ് ബൈ ബോൺ ആണ്. അതായത് ബൈ ബോൺ ആണ്, നമ്മൾ ജനിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്നിട്ടാ നമുക്ക് കാസ്റ്റുകൾ കിട്ടുന്നത്. നമ്മളൊരു 4 കാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷത്രിയ, ഫസ്റ്റ് ഏതാണ്, ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കാസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കാസ്റ്റ് എന്നുള്ളത് നമ്മൾ ജനിക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അത് റിലീജിയസ് പരമായിട്ടുള്ളതാണ്, അത് റിലീജിയസ് ആയിട്ടുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്? റിലീജിയസ് മിത്തിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. റിച്വൽസിനെയും അതായത് റിലീജിയനിലുള്ള റിച്വൽസ്, ആചാരങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്തെന്ന് പറയുന്നത്
എന്തെന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എന്താണ്? ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിനനുസരിച്ചല്ല, നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ട് പറയാം. ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ ക്ലാസ് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് പറയാം. എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എഡ്യൂക്കേഷൻ കൂടാതെ നമുക്ക് നമ്മുടെ ഇൻകം ബേസ് ചെയ്തിട്ടും പറയാം. ഇൻകം ബേസ് ചെയ്തിട്ടും നമ്മുടെ ക്ലാസ് പറയാം. അത് നമുക്ക് എങ്ങനെയാണ്? അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു സെക്കുലർ ആയിട്ടുള്ള ബേസ്ഡ് ഓൺ സെക്കുലർ ക്രൈറ്റീരിയനാണ്. സെക്കുലർ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് ഉള്ളത് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആണോ? എങ്ങനെയാണ്? ഫസ്റ്റത്തത് കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ റിച്വൽ ക്രൈറ്റീരിയൻ. കറക്റ്റ് അല്ലേ? കാസ്റ്റ് എന്ന് പറയുന്നത് റിച്വൽ റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആണ്. അപ്പൊ അതെന്താണ്? ട്രൂ ആയിട്ടുള്ളതാണ്. രണ്ടാമത്തത് ക്ലാസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്കുലർ, നോട്ടാണ് കേട്ടോ. ഈ നോട്ട് മാറി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് നോട്ടൊന്നും ശ്രദ്ധിക്കൂല. ക്ലാസ് ഈസ് ബേസ്ഡ് ഓൺ സെക്കുലർ ക്രൈറ്റീരിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതും കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നോട്ട് ബേസ്ഡ് ഓൺ എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് സെക്കുലർ ആണ്. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. സോഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ട്രൂ ആണ്, ആർ എന്താണ്? ഫാൾസ് ആണ്. ദാറ്റ് മീൻസ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ. ഓക്കെ ആണല്ലോ? ഇതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അതിന് റീസൺ എന്ന് പറയുന്നത് റിച്വൽ ക്രൈറ്റീരിയൻസ് മീൻ ബേസ് ഓഫ് റിലീജിയസ് മിത്തുമായിട്ടാണ്. സെക്കുലർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? റിലീജിയസ് ക്രൈറ്റീരിയൻ ആണ്. അതുപോലെ എക്കണോമിക് നോൺ റിലീജിയസ് ക്രൈറ്റീരിയൻ ആണ്. കൂടാതെ എക്കണോമിക് ആണ്, പൊളിറ്റിക്കൽ ആണ്, സോഷ്യൽ ക്രൈറ്റീരിയ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. പാറ്റേൺസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആർ ലൈക്ക് റിതംസ് ഓഫ് നേച്ചർ സച്ച് ആസ് ഡേ ആൻഡ് നൈറ്റ് വിച്ച് ഹാസ് പ്രീ ഡിറ്റർമൈൻഡ് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെട്ടെന്ന് ഉണ്ടാകുന്നതാ അല്ല, അതൊരു എവല്യൂഷൻ ആണ്. കാലാകാലങ്ങളായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങൾ, അത് സോഷ്യൽ ആവട്ടെ, ഇക്കണോമിക്കൽ ആവട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, കൾച്ചറൽ ആവട്ടെ, ഏതൊരു രീതിയിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡേയും നൈറ്റും, രാത്രിയും പകലും പോലെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ് എന്നാണ് പറയുന്നത്. ആണോ? ഏകദേശമാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഡേയും നൈറ്റും ഒരു പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ്, നമ്മുടെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കസ്റ്റംസും റിലീജിയനും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കുറച്ച് നോംസും ഇൻസ്ട്രക്ഷൻസും ഇതൊക്കെ ഉണ്ട്, ഫെസ്റ്റിവൽസ് അങ്ങനെ ഇതൊക്കെ ബേസ് ചെയ്യുക. അതും എന്താണ്? ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആണ്. ഇങ്ങനെ കുറച്ച് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മളവിടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അല്ലാതെ തനിയെ ഉണ്ടാവുന്നതാണോ? ഒരിക്കലും അല്ല. സോ അത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഈ അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് അസേർഷൻ ഈസ് ട്രൂ ആണ്. അസേർഷൻ ട്രൂ ആണ്. നെക്സ്റ്റ്, റാപ്പിഡ് ചേഞ്ച് ഓൺ എ ക്ലോസർ ലുക്ക് ആർ ഫൗണ്ട് ടു ബി എ റിപ്പീറ്റിംഗ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഫോം എ സൈക്ലിക് പാറ്റേൺ. ദാറ്റ് ഡു നോട്ട് ആണ് കേട്ടോ, ഡു നോട്ട് ഫോം എ, അവിടെ ശ്രദ്ധിക്കുക, ഡു നോട്ട് ഫോം എ സൈക്ലിക് പാറ്റേൺ. അതായത് റാപ്പിഡായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റിപ്പീറ്റിംഗ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്. വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അതെന്തല്ല? ഒരു സൈക്ലിക് പാറ്റേണിലല്ല എന്നാണ് പറയുന്നത്. എന്താണ്? സൈക്ലിക് പാറ്റേണിൽ അല്ല എന്നാണ് പറയുന്നത്. ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അത് തെറ്റായിട്ടുള്ളതാണ്. കാരണം അത് ഫാൾസ് ആണ്. എന്തുകൊണ്ടാണ് ഫാൾസ് ആണ് എന്ന് പറയുന്നത്? അതൊരു ഡു നോട്ട് അല്ല, അതൊരു സൈക്ലിക് പാറ്റേൺ ആണ്. ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കുന്നു, റിപ്പീറ്റഡ് ആവുന്നു. അതെന്താണ്? ഒരു സൈക്കിൾ ഓഫ് പാറ്റേൺ ആണ്. ഒരു സൈക്ലിക് പാറ്റേണിലാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു സൈക്ലിക് പാറ്റേൺ ആണ്. ദാറ്റ് മീൻസ് ദ റീസൺ ഈസ് ഫാൾസ്. അതിനർത്ഥം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് എന്നുള്ള ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ബി ആണ്. So we are going to our next question.
അതും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ഗേൾ ചൈൽഡ് ഹാസ് ടു സഫർ ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ഇൻ അവർ സൊസൈറ്റി. ഗേൾസ് ആർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഗേൾസിനെ കുറിച്ച്, ഗേൾ ചൈൽഡിനെ അല്ലെങ്കിൽ ഗേൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ അസേർഷൻ കൊടുത്തിട്ടുള്ളത് ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നിന്നും ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ട്രൂ ആണോ ഫാൾസ് ആണോ? ഡെഫിനറ്റ്ലി ട്രൂ ആയിട്ടുള്ളതാണ്. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗേൾ ചൈൽഡ് നേരിടുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? പല കാര്യങ്ങളിലുണ്ട്. അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പിന്നെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ എവിടെ നോക്കിയാലും എന്തുണ്ടായിരുന്നു? പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അബോർഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ്? ഒരു ഗേൾ ചൈൽഡിനോട് ചെയ്യുന്ന, സൊസൈറ്റി ചെയ്യുന്ന ഒരു ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ആണല്ലോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്തുണ്ട്? ഡിസ്ക്രിമിനേറ്ററി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്താണ്? കല്യാണം കഴിച്ച് പോവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പാരൻസ്. പക്ഷേ ആൺകുട്ടികൾ എന്താണ്? അവർ നല്ലൊരു ജോലിയിലെത്തിയിട്ട് അവർ വീട് നോക്കേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ആണല്ലോ. സോ ദ അസേർഷൻ ഈസ് ട്രൂ. അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ് എന്നാണ് പറയുന്നത്. അസേർഷൻ ഈസ് ട്രൂ. നെക്സ്റ്റ് റീസൺ കൊടുത്തിട്ടുള്ളത് ഗേൾസ് ആർ ഡിപ്രൈവ്ഡ് ദെയർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ? അതല്ലേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രിമിനേഷൻ, വിവേചനം നേരിടുന്നത്. അവർക്ക് എന്തുണ്ട്? എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കുറവ് തന്നെയാണ്. പല കാര്യങ്ങളിലും ഉണ്ട്. ഇന്ന് അതിന് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിലും എന്താണ്? കുറവ് തന്നെയായിരുന്നു. അപ്പോൾ അതും എന്താണ്? റീസണും എന്താണ്? ട്രൂ ആയിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ് എന്നാണ് പറയുന്നത്. എയും ആറും എന്താണ്? ട്രൂ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി കൺഫ്യൂഷൻ? ആർക്കും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഇതിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. അപ്പോൾ നമ്മുടെ അസേർഷൻ റീസണിങ് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ രീതിയിലുള്ള, പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മാർക്കിൻ്റെ, അത് കഴിഞ്ഞിട്ട് 5 മാർക്കിൻ്റെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 1 വേർഡും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും എല്ലാം എന്ത് ചെയ്തിട്ടിരുന്നു? തീർന്നിട്ടുണ്ട്. പാസേജ് ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് എന്താണ്? ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ വരും സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് പോവുക. അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. കുറേ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടുതൽ എന്ത് കൊടുക്കാം? ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ ഒരു എക്സാം ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ചേഞ്ച് ആവുകയാണ്. എന്ത് പാറ്റേൺ ചേഞ്ച് ആവുകയാണെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഷോർട്ട് ആൻസറിലോട്ട് എത്തിയെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഷോർട്ട് ആൻസർ ആണ്. ഇതിൽ നിങ്ങൾ 2 മാർക്കാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ 80 മുതൽ 120 വരെ വേർഡ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ എഴുതി വെക്കുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് എംപിരിക്കൽ മെത്തേഡ് റെഫേഴ്സ് ടു? നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുകൊണ്ട് എംപിരിക്കൽ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സും, ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ്, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു 5 മാർക്കിന് അതൊന്നും ചോദിക്കില്ല. പകരം എന്താണ്? ഇങ്ങനെ 2 3 മാർക്കിന് എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എംപിരിക്കൽ മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. എംപിരിക്കൽ മെത്തേഡ് എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്, ഒരു കാര്യം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്നതിന് അതെങ്ങനെയായിരിക്കും? നമ്മളൊരു ആക്ച്വൽ ആയിട്ടുള്ള ഫാക്റ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റക്കനുസരിച്ച് എങ്ങനെയാണോ ഡാറ്റ കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു ചേഞ്ചസോ ഒരു മാനിപ്പുലേഷൻസോ ഒരു എക്സാജറേഷൻസോ വരുത്താതെ റിയൽ ആയിട്ട് നമ്മൾ പോർട്രേ ചെയ്യുന്നതാണ് എംപിരിക്കൽ മെത്തേഡ്
മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ദി എംപിരിക്കൽ മെത്തേഡ് റെഫർ ടു ദ കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം ദി ഫീൽഡിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. സിമ്പിൾ ലാംഗ്വേജ് ദിസ് മെത്തേഡ് ഒരു സിമ്പിൾ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സ്റ്റഡിങ് ആൻഡ് ഡിസ്ക്രൈബിങ് ദ ഫാക്ട് ഓഫ് സോഷ്യൽ എക്സാക്ട്ലി ആസ് ദേ എക്സിസ്റ്റ്. ഒരു സോഷ്യൽ ഫാക്റ്റ് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി കാണിക്കുന്ന അല്ലെങ്കിൽ പോർട്രേ ചെയ്ത് കാണിക്കുന്നതിനാണ് എംപിരിക്കൽ മെത്തേഡ്. റിയലിനെ റിയൽ ആയിട്ട് കാണിക്കുക. അതിൽ നമ്മൾ ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല, ഒരു മാനിപ്പുലേഷൻസ് കൊണ്ടുവരാൻ പാടില്ല, ഒരു എക്സാജറേഷൻസും കൊണ്ടുവരാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? എംപിരിക്കൽ മെത്തേഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിസർച്ചുകളിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഈ ഒരു എംപിരിക്കൽ മെത്തേഡ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഉണ്ട്, സർവേ ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, സർവേ മെത്തേഡ്സ് ഉപയോഗിക്കാം, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഉപയോഗിക്കാം, ആൻഡ് കേസ് സ്റ്റഡീസ് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എംപിരിക്കൽ മെത്തേഡ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ എംപിരിക്കൽ മെത്തേഡ് പഠിച്ചു, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. പല പല മെത്തേഡ്സ് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടേം കിബൂട്ട്സ്. അതായത് അതും 2 മാർക്കാണ്. കിബൂട്ട്സ് എന്നുള്ള ടേം ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. കിബൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കിബൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഫാമിലി പോലെയല്ല. നമ്മുടെ ഫാമിലിയിലൊക്കെ എത്രയാണ്? ഏറിപ്പോയ ഒരു 10 മെമ്പേഴ്സ്, ചില ഫാമിലിയിൽ അതിൽ കൂടുതൽ ഉണ്ടാവും. എന്നാലും ഒരു 20 മെമ്പേഴ്സിൽ കൂടുതൽ ഫാമിലി നമ്മുടെ ഇവിടെ ഇപ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, പൊതുവേ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് വളരെ ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, 3 കുട്ടികൾ, അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലിയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. സോ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു 50 മുതൽ 2000 മെമ്പേഴ്സ് വരെയുള്ള ഒരു ഫാമിലി കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കിബൂട്ട്സ് എന്ന് പറയുന്നത്. ദി ടേം കിബൂട്ട്സ് റെഫേഴ്സ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി സ്ട്രക്ചർ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കിബൂട്ട്സ് എന്ന് പറയുന്നത്. അതെന്തിനാണ്? ഫാമിലിയിലാണ്. ഓക്കെ, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും? 50 മുതൽ 2000 വരെ മെമ്പേഴ്സുള്ള ഫാമിലി കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ കിബൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു കിബൂട്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ആർ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. ആർ യു ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്തൂടെ? ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എ നിയോ ലോക്കൽ ഫാമിലി? എന്താണ് ഒരു നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് നമുക്കൊരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു ഇന്ത്യൻ കൺട്രിയിലൊന്നും അധികം ഒരു നിയോ ലോക്കൽ ഫാമിലി ഇപ്പോൾ വരുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് ഒരുപാട് അങ്ങനെയുള്ള ടേംസും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിനോട് ആളുകൾ യോജിക്കുന്നുണ്ട്. പക്ഷേ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളൊന്നും ഒരിക്കലും എന്തില്ല, ഒരു നിയോ ലോക്കൽ ഫാമിലിനോട് യോജിക്കുന്നതല്ല. അപ്പോൾ നിയോ ലോക്കൽ ഫാമിലി എന്താണ് എന്നുള്ളത് നോക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ഈ ഒരു നിയോ ലോക്കൽ ഫാമിലിയാണ്. എന്താണ് നിയോ ലോക്കൽ ഫാമിലി എന്നാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിള്, ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നു. ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിള് പാരൻറ്റിൻ്റെ, അതായത് സ്ത്രീയുടെ വീട്ടിലോ പുരുഷൻ്റെ വീട്ടിലോ താമസിക്കാതെ ആ കപ്പിൾസിൽ ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെ വീട്ടിൽ താമസിക്കാതെ സ്വന്തമായിട്ട് ഒരു സ്പേസ് എടുത്ത്, സ്വന്തമായിട്ടൊരു വീടെടുത്ത് മാറി താമസിച്ച് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നത്, അത് എക്കണോമിക്കലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കുറച്ചൊക്കെ ആ ഒരു നിയോ ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റത്തിലോട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇപ്പോഴും ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. നമ്മൾ അധികം ഇവിടെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ കല്യാണം കഴിച്ച ആ സ്ത്രീ എന്ത് ചെയ്യും? ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്, ഹസ്ബൻഡിൻ്റെ പാരൻസ് ഉള്ള വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ചില ഭാഗത്ത് എന്തുണ്ട്, കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്, ഒരു
സ്ത്രീ എന്ന് പുരുഷന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ വീട്ടിലായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അങ്ങനെയുള്ള സിസ്റ്റമുണ്ട്. ഈ രണ്ട് സിസ്റ്റവും അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും അവരുടേതായ ഒരു സ്പേസിൽ, അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു വീടെടുത്ത് ഒരു പുതിയൊരു ഫാമിലി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ്, ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനാണ് നിയോ ലോക്കൽ ഫാമിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? എ നിയോ ലോക്കൽ ഫാമിലി ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി formed when a newly married couple set up a completely new home. പുതിയൊരു ന്യൂ ഹോം സെറ്റപ്പ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇൻ എ നിയോ ലോക്കൽ ഫാമിലി ദ മാരിഡ് കപ്പിൾ ഈസ് എക്സ്പെക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് എ സെപ്പറേറ്റ് റെസിഡൻസ്. അവരൊരു സെപ്പറേറ്റ് റെസിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ന്യൂ ഹോം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ റെസിഡൻസ് ഓഫ് ബോത്ത് ഹസ്ബൻഡ്സ് പേരൻസ് ആൻഡ് വൈഫ് പേരൻറ്റ്. ഹസ്ബൻഡിൻ്റെ പേരൻസിൻ്റെ അടുത്തോ വൈഫിൻ്റെ പേരൻസിൻ്റെ അടുത്തോ ഇവർ നിൽക്കില്ല. ഇവർ അവരുടേതായിട്ടുള്ള ഒരു സ്പേസിലോട്ടാണ്, പുതിയൊരു റെസിഡൻസിലോട്ടായിരിക്കും മാറുന്നത്. ദിസ് പാറ്റേൺ ഈസ് ഓഫൻ പ്രിഫേർഡ് ബൈ യങ് കപ്പിൾസ്. ഇന്നുള്ള യങ് കപ്പിൾസ് ഒക്കെ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി ഇൻ വെസ്റ്റേൺ കൺട്രീസ്. നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പോൾ ഇതാണ് നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും പാസേജ് ക്വസ്റ്റ്യൻസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലോങ് ആൻസറും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, ഷോർട്ട് ആൻസറിനെ കുറച്ചുകൂടി നോക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.